الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. تفسير سورة الفجر. سورة الفجر تفسير وهي مكية. ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ വഹുവ സുബ്ഹു, പ്രഭാതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖാലഹു അലിയുൻ വബ്നു അബ്ബാസിൻ വമുജാഹിദുൻ വഇക്രിമതു വസ്സുദ്ദി വഅൻ മസ്റൂഖിൻ വമുജാഹിദിൻ വമുഹമ്മദ് ബിൻ കഅബിൻ. ഇതുകൊണ്ടുള്ള ഉദ്ദേശം പ്രഭാതമാണ് എന്ന് ഈ മഹാന്മാരായ ആളുകളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അൽ മുറാദു ബിഹി ഫജ്റു യൗമിൻ നഹ്രി ഖാസ്സതൻ, യൗമുൻ നഹറിൻ്റെ ബലിപെരുന്നാൾ ദിവസത്തിലെ പ്രഭാതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും വഹുവ ഖാതിമത്തുൽ ലയാലിൽ ആശർ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ രാത്രികളെ അവസാനിപ്പിക്കുന്ന പ്രഭാതമാണ് അത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വഖീല അൽ മുറാദു ബിദാലിക സ്വലാത്തു അല്ലതി തുഫഅലു ഇൻദഹു കമാ ഖാലഹു ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ അൽ ഫജ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സന്ദർഭത്തിലുള്ള നമസ്കാരമാണ്, സുബൈ നമസ്കാരമാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. വഖീല അൽ മുറാദു ബിഹി ജമീഉൻ നഹാർ, മുഴുവൻ പകലിനെയും ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞത് എന്നും ചില റിവായത്തുകളിൽ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ പ്രഭാതത്തെ, അതല്ലെങ്കിൽ യൗമുൻ നഹറിൻ്റെ പ്രഭാതത്തെ, അതല്ലെങ്കിൽ പകലിനെ മുഴുവനായി സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായം ആരംഭിക്കുന്നത് കൊണ്ടാണ് അൽ ഫജ്ർ എന്ന് നാമകരണം നൽകപ്പെട്ടിട്ടുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. അഖ്സമല്ലാഹു സുബ്ഹാനഹു ബിവഖ്തിൽ ഫജ്ർ, ഫജ്റിന്റെ സമയത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വലയാലിൻ അശ്ർ. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. അഥവാ വല്ലയാലിൽ ആശ്രിൽ അവ്വലി മിൻ ദുൽഹിജ്ജ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. വശ്ശഫഇ വൽ വത്ർ. വശ്ശഫഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. വബികുല്ലി ശഫഇൻ വഫർദ്, എല്ലാ ഇരട്ടകളും എല്ലാ ഒറ്റകളും അതിൽ ഉൾപ്പെടുന്നു. അതിലേതെങ്കിലും ഒന്നിനെ പ്രത്യേകമാക്കിയിട്ടില്ല. അതിനാൽ എല്ലാ ഒറ്റകളെ കൊണ്ടും എല്ലാ ഇരട്ടകളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയുന്നു. വല്ലൈലി ഇദാ യസ്ർ. വല്ലൈലി ഇദാ യസ്ർ, രാത്രി സഞ്ചരിക്കുമ്പോൾ അവ കൊണ്ടും സത്യം. അഥവാ വബില്ലൈലി ഇദാ യസ്രി ബിളലാമി, തൻ്റെ ഇരുട്ടുമായി സഞ്ചരിക്കുന്ന രാത്രി തന്നെയാണ് സത്യം. ആ രാത്രി സഞ്ചരിക്കുമ്പോൾ അവയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയുന്നു. ഇങ്ങനെ ഈ കാര്യങ്ങളെയെല്ലാം സത്യം ചെയ്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ, ബുദ്ധിമാന്മാരായ ആളുകൾക്ക് മേൽ പറയപ്പെട്ട കാര്യങ്ങളിൽ സത്യമില്ലേ? സത്യം ചെയ്തു പറയാൻ മാത്രമുള്ള യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലേ? അലൈസ ഫിൽ അഖ്സാമിൽ മദ്കൂറ മഖ്ന ലിദി അഖൽ, ബുദ്ധിയുള്ള ആളുകൾക്ക്, വിവേകമുള്ള ആളുകൾക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞിട്ടുള്ളത്. അല്ലമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, വഹാദൽ ഖസമു ഹുവ ബി ഔഖാത്തിൽ ഇബാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സത്യം ചെയ്തു പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട ഇബാദാത്തുകളുടെ സമയത്തെ കൊണ്ടാണ്. വബിനഫ്സിൽ ഇബാദത്തി മിൻ ഹജ്ജിൻ വസലാത്തിൻ വഗൈരി ദാലിക മിൻ അൻവാഇൽ ഖുറബി അല്ലതി യതഖറബു ബിഹാ ഇലൈഹി ഇബാദുഹു അൽ മുത്തഖൂന അൽ മുതീഊന ലഹുൽ ഖായിഫൂന മിൻഹു
അൽ മുതവാദിഊന ലദൈഹിൽ ഖാശിഊന ലിവജ്ഹിൽ കരീം. അത്യുന്നതനായ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങുകയും വിനയപ്പെടുകയും അവനെ അനുസരിക്കുകയും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന അടിമകൾ, ആ അടിമകൾ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹജ്ജ്, നമസ്കാരം തുടങ്ങിയ മഹത്തായ ഇബാദാത്തുകളും ആ ഇബാദാത്തുകൾ നടത്തപ്പെടുന്ന സമയത്തെയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. നബിയെ, ആദ് സമൂഹത്തെ കൊണ്ട് അല്ലാഹു എന്താണ് ചെയ്തത് എന്ന് താങ്കൾ കണ്ടില്ലേ? അലം തറ അയ്യുഹർ റസൂൽ കൈഫ ഫഅല റബ്ബുക ബിഖൗമി ആദ്. ആദ് സമൂഹം, മഹാനായ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിതനായ ആ ഒരു സമൂഹത്തെ അല്ലാഹു എപ്രകാരമാണ് ശിക്ഷിച്ചത് എന്ന് കണ്ടില്ലേ എന്നാണ് ചോദ്യം. ഇറമ ദാതിൽ ഇമാദ്. ഇറമ ദാതിൽ ഇമാദ്, വലിയ തൂണുകളുടെ ആളുകളായിരുന്ന ഇറം ഗോത്രം. ഇവിടെ ഇറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖബീലത്തു ഇറം, ഇറം ഗോത്രമാണ്. ആരാണവർ? വഹഉലായി ആദുനിൽ ഊല, ആദ്യകാല ആദ് സമൂഹത്തിൽപ്പെട്ടവരാണവർ. വഹും ഔലാദു ആദ് ഇബ്നു ഇറം ഇബ്നു ഔസ് ഇബ്നു സാം ഇബ്നു നൂഹ്. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ ഇങ്ങോട്ട് വന്ന് ആദ് ഇബ്നു ഇറം എന്ന് പറയുന്ന വ്യക്തികളുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഈ ഗോത്രം. ആദ് സമൂഹത്തിലെ ഏറ്റവും പ്രബലരായ ഗോത്രക്കാരായിരുന്നു ഇവർ. ആ രാജ്യത്തിലെ ഏറ്റവും പ്രബല ഗോത്രവും ഇവർ തന്നെയായിരുന്നു. അവരുടെ പ്രത്യേകത ദാതുൽ ഖുവ്വ വൽ അബ്നിയത്തിൽ മർഫൂഅ അലൽ അഅമിദ, വളരെ വലിയ ശക്തിയുള്ളവരായിരുന്നു അവർ. വലിയ തൂണുകളിൽ ഉയർത്തപ്പെട്ട വീടുകളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. വഖദ് കാനു അശദ്ദൻ നാസി ഫീ സമാനിഹിം ഖിൽഖതൻ വഅഖ്വാഹും ബത്ഷ. അവരുടെ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തരായ ആളുകളും മറ്റുള്ളവരെ പിടികൂടുകയാണെങ്കിൽ അതിശക്തമായി പിടികൂടിയിരുന്നവരുമായിരുന്നു അവർ. വലിയ വലിയ തൂണുകളിൽ ഉന്നതമായ സൗധങ്ങൾ പണിതുകൊണ്ട് അവിടെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, التي لم يخلق مثلها في البلاد. التي لم يخلق مثلها في البلاد. ഒരു രാജ്യങ്ങളിലും അവർ ഉണ്ടാക്കിയതുപോലെയുള്ള നിർമ്മിതികൾ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ അവരെ പോലെ ശക്തരായ ഒരു സമൂഹത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് ഫീ ഇഅ്ളമിൽ അജ്സാദി വ ഖുവ്വത്തിൽ ബഅസ്. ശാരീരികമായ വലിയ കഴിവുകൊണ്ടും വലിയ ആകാര സൗഷ്ഠവം കൊണ്ടും ശക്തമായി ശത്രുക്കളെ പിടികൂടുന്നതുകൊണ്ടും തന്നെ തത്തുല്യരായ ഒരു സമുദായത്തെ, ഒരു ഗോത്രത്തെ വേറെ കാണുക സാധ്യമല്ല. അവർ ഉണ്ടാക്കിയതുപോലെയുള്ള നിർമ്മിതികളും മറ്റു രാജ്യങ്ങളിൽ കാണുക സാധ്യമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സമൂഹവും, ആരാണവർ? وثمود الذين جابوا الصخر بالواد. وثمود الذين جابوا الصخر بالواد. താഴ്വാരങ്ങളിൽ പർവ്വതങ്ങൾ തുരന്ന് വീടുകളുണ്ടാക്കിയിരുന്ന സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിതനായ സമൂദ് ഗോത്രത്തിനും എന്താണ് സംഭവിച്ചത് എന്ന് നബിയെ കണ്ടില്ലേ? വകൈഫ ഫഅല ബിസമൂദ് ഖൗമി സ്വാലിഹ് അല്ലദീന ഖതഉ الصخر بالوادي വത്തഖദു മിൻഹു ബുയൂത. താഴ്വാരങ്ങളിൽ വലിയ പർവ്വതങ്ങൾ തുരന്നുകൊണ്ട് വീടുകളുണ്ടാക്കിയ ശക്തരായ സമൂദ് സമൂഹത്തെയും അവർ സത്യനിഷേധം കാണിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെയ്തതെന്ന് നബിയെ താങ്കൾ മനസ്സിലാക്കിയില്ലേ, അറിഞ്ഞില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതുപോലെ തന്നെ وفرعون ذي الأوتاد. വഫിറഔന ദിൽ ഔതാദ്. ഔതാദിൻ്റെ ആണികളുടെ, അതല്ലെങ്കിൽ ശക്തമായ സൈന്യങ്ങളുടെ ആളായിരുന്ന ഫിറഔനിൻ്റെ വർത്തമാനവും. വകൈഫ ഫഅല ബിഫിറഔൻ മലിക മിസ്ർ. മിസ്റിലെ രാജാവായിരുന്ന ഫിറഔൻ,
സാഹിബുൽ ജുനൂദ് അല്ലദീന സബ്ബതു മുൽക്കഹു, അദ്ദേഹത്തിൻ്റെ രാജാധിപത്യത്തെ ശക്തിപ്പെടുത്തിയ സൈന്യങ്ങൾ, അതാണ് ഔതാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖവ്വൂ ലഹു അംറഹു, അങ്ങനെ ആ ഫിർഔനിൻ്റെ എല്ലാ കാര്യങ്ങളെയും അവർ ശക്തിപ്പെടുത്തി. ഇബ്നു കസീർ റഹിമഹുല്ല രേഖപ്പെടുത്തി, അൽ ഔതാദ് എന്ന് പറഞ്ഞാൽ അൽ ജുനൂദുൽ ലദീന യശുദ്ദൂന ലഹു അംറഹു, ഫിർഔനിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ശക്തി പകർന്ന സൈന്യങ്ങൾ. അതോടൊപ്പം വയുഖാൽ, പറയപ്പെട്ടിട്ടുണ്ട്, കാന ഫിർഔനു യൂതിദു ഐദിയഹും വ അർജുലഹും ഫീ ഔതാദിൻ മിൻ ഹദീദിൻ യുഅല്ലിഖുഹും ബിഹാ, ഫിർഔനിന് ഇഷ്ടമില്ലാത്ത ആളുകളെ ഇരുമ്പ് കൊണ്ടുള്ള ആണികൾ കൊണ്ട് അവരുടെ കൈകളിലും കാലുകളിലുമെല്ലാം തറച്ച് അവരെ ശിക്ഷിക്കാറുണ്ടായിരുന്നു. ആ നിലക്ക് ആണിയുടെ, ഇരുമ്പിൻ്റെ ആണി കൊണ്ടുള്ള ശിക്ഷ നടപ്പിലാക്കിയ വ്യക്തി എന്ന അർത്ഥത്തിലും അത് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. എന്തായിരുന്നു ഈ ആളുകളെല്ലാം ചെയ്തത്? الذين طغوا في البلاد അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവർ രാജ്യങ്ങളിൽ അതിര് കവിഞ്ഞു പ്രവർത്തിച്ചു. ഹഉലാഇ അല്ലദീന ഇസ്തബദ്ദു വളലമു ഫീ ബിലാദില്ലാഹ്, തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ രാജ്യങ്ങളിൽ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവർ അതിക്രമങ്ങളും അനീതികളും കാണിക്കുകയും ചെയ്തു. فأكثروا فيها الفساد ഫഅക്സറു ഫീഹൽ ഫസാദ്, അവർ ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അതിൽ അതിര് കവിഞ്ഞു. ഫഅക്സറു ഫീഹാ ബിദുൽമിഹിം അൽ ഫസാദ്, അവരുടെ അക്രമവും അനീതിയും കാരണം ധാരാളം ഫസാദുകൾ ഭൂമിയിലുണ്ടാക്കിയ ആളുകളായിരുന്നു മേൽപ്പറയപ്പെട്ട വിഭാഗങ്ങൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? فصب عليهم ربك سوط عذاب ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അപ്പോൾ നിന്റെ രക്ഷിതാവ് അവരുടെ മേൽ ശിക്ഷയുടെ ചാട്ട വർഷിക്കുകയുണ്ടായി. അഥവാ അൻസല അലൈഹിം റിജ്സം മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് ശക്തമായ ശിക്ഷ അള്ളാഹു അവരുടെ മേൽ ഇറക്കി. വഅഹല്ല ബിഹിം ഉഖൂബതൻ ലാ യറുദ്ദുഹ അനിൽ ഖൗമിൽ മുജ്രിമീൻ, അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ചതായ ശിക്ഷകൾ കൊണ്ടുവന്നു. മുജ്രിമീങ്ങളായ അതിക്രമകാരികളായ ഒരു സമൂഹത്തിൽ നിന്ന് അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെയുള്ള അതികഠിനമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ വർഷിക്കുകയുണ്ടായി. പൂർവിക സമൂഹം അള്ളാഹുവിനെ നിഷേധിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരമാണ് അവരെ പിടികൂടിയതെങ്കിൽ, ഇനിയുള്ള ഇത് കേൾക്കുന്ന മുഴുവൻ മനുഷ്യരോടും മുഴുവൻ സത്യനിഷേധികളോടും പറയുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. എന്താണത്? إن ربك لبالمرصاد ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് പതിസ്ഥാനത്തിരിക്കുന്നവനാകുന്നു. അഥവാ ഇന്ന റബ്ബക അയ്യുഹർ റസൂൽ ലബിൽ മിർസാദി ലിമൻ യഅസി യുംഹിലുഹു ഖലീലാ സുമ്മ യഖുദുഹു അഖദ അസീസിൻ മുഖ്തദിർ, നിന്റെ രക്ഷിതാവ് നിരീക്ഷണ സ്ഥാനത്തിരുന്നുകൊണ്ട് അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് അവനോട് അനുസരണക്കേട് കാണിക്കുന്നത് എന്നവനറിയാം. അവർക്കവൻ സാവകാശം നൽകുകയാണ്. പിന്നീട് കഴിവുറ്റ അസീസായ മുഖ്തദിറായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുകയും ചെയ്യുന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അല്ലാഹു മിർസാദിലാണ് എന്ന് പറഞ്ഞാൽ, പതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യസ്മഉ വ യറാ, എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. യർസുദു ഖൽഖഹു ഫീമാ യഅമലൂൻ, അവൻ്റെ സൃഷ്ടികൾ പ്രവർത്തിക്കുന്നത് അവൻ അറിയുന്നു, നിരീക്ഷിക്കുന്നു. വയുജാസി കുല്ലൻ ബിസഈഹി ഫിദ്ദുനിയ വൽ ആഖിറ, ഓരോ ആളുകൾക്കും അവരുടെ പ്രവർത്തനത്തിനനുസരിച്ച് ഈ ലോകത്തും പരലോകത്തും അവൻ പ്രതിഫലം നൽകും. വസയുറദുൽ ഖലായിഖു കുല്ലുഹും അലൈഹി, സൃഷ്ടികൾ ഒന്നടങ്കം അവൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. ഫയഹ്കുമു ഫീഹിം ബിഅദ്ലി, അവൻ്റെ നീതി കൊണ്ട് അവൻ അവർക്കിടയിൽ വിധി കൽപ്പിക്കും. വയുഖാബിലു കുല്ലൻ ബിമാ യസ്തഹിഖു, ഓരോരുത്തരും എന്താണ് അവകാശപ്പെടുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലം അവർക്കവൻ നൽകും. വഹുവൽ മുനസ്സഹു അനിൽ ദുൽമി വൽ ജൗർ, അവൻ ഒരിക്കലും അക്രമമോ അനീതിയോ കാണിക്കാത്തവനാകുന്നു. അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യരുടെയും കർമ്മങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ فأما الإنسان
الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരീക്ഷിക്കുകയും അവന് ചില ആദരവുകളും അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്താൽ അവൻ പറയും, എൻ്റെ രക്ഷിതാവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫഅമ്മൽ ഇൻസാനു ഇദാ മഖ്തബറഹു റബ്ബുഹു ബിന്നിഅമ, തൻ്റെ രക്ഷിതാവ് ഒരു നിഅമത്ത് നൽകി ആ അടിമയെ പരീക്ഷിക്കുകയാണെങ്കിൽ അവൻ്റെ നിലപാട് എന്താണ് എന്ന് നോക്കാൻ വേണ്ടി അനുഗ്രഹങ്ങൾ നൽകുന്നു. വബസത ലഹു റിസ്ഖഹു, അവൻ്റെ ഉപജീവനത്തിൽ വിശാലത നൽകുന്നു. വജഅലഹു ഫീ അത്യബി ഐഷിൻ, ഏറ്റവും നല്ല ജീവിതവും സുഖസൗകര്യങ്ങളും അവന് നൽകുമ്പോൾ അവൻ വിചാരിക്കുന്നത് എന്താണ്? ഫയദുന്നു അന്ന ദാലിക ലികറാമതിഹി ഇൻദ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ തനിക്കുള്ള സ്ഥാനം കൊണ്ടും ആദരവ് കൊണ്ടുമാണ് എനിക്ക് ഈ സുഖസൗകര്യങ്ങൾ ലഭിക്കുന്നത്, ഞാനിതിനൊക്കെ അർഹനാണ് എന്നാണ് അവൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവൻ പറയും ഫയഖൂലു റബ്ബി അക്രമൻ, എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു, ഞാനതിന് അർഹനാണ് എന്ന് അവൻ പറയുന്നതാണ്. എന്നാൽ وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കുകയും അവൻ്റെ ഉപജീവനത്തിൽ ഇടുങ്ങിയ ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്താൽ അവൻ പറയും, എൻ്റെ രക്ഷിതാവ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്. വഅമ്മാ ഇദാ മഖ്തബറഹു ഫദയ്യഖ അലൈഹി റിസ്ഖഹു, അല്ലാഹു തൻ്റെ അടിമയെ പരീക്ഷിക്കുകയും അവൻ്റെ ഉപജീവനം അവൻ ഇടുങ്ങിയതാക്കുകയും ചെയ്താൽ ഫയദുന്നു, അവൻ വിചാരിക്കുന്നത് അന്ന ദാലിക ലിഹവാനിഹി അലല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ തനിക്ക് ഒരു സ്ഥാനവുമില്ല, ഞാൻ അപമാനിതനാണ്, അതുകൊണ്ടാണ് അവൻ എനിക്ക് ഇങ്ങനെ നൽകിയത് എന്നയാൾ കരുതുന്നു. ഫയഖൂലു റബ്ബി അഹാനൻ, അവൻ പറയുന്നു എൻ്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ كلا بل لا تكرمون اليتيم കല്ല, കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അഥവാ ലൈസൽ അംറു കമാ യദുന്നു ഹാദൽ ഇൻസാൻ, മനുഷ്യന്മാർ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ബലിൽ ഇക്റാമു ബിതാഅത്തില്ലാഹി വൽ ഇഹാനതു ബിമഅസിയതി, അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ ആദരവ് ലഭിക്കും, അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവർക്ക് അല്ലാഹുവിൽ നിന്ന് നിന്ദ്യതയുമുണ്ടാകും. അതുകൊണ്ട് തന്നെ ലൈസൽ അംറു കമാ സഅം, മനുഷ്യൻ വിചാരിക്കുന്നത് പോലെയല്ല. ഫഇന്നല്ലാഹ യുഅ്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബ്, അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്കും സമ്പത്ത് നൽകും, അവൻ ഇഷ്ടപ്പെടാത്തവർക്കും അവൻ സമ്പത്ത് നൽകും. വയുദയ്യിഖു അലാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബ്, അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് ജീവിതം ഇടുങ്ങിയതാക്കും, ഇഷ്ടപ്പെടാത്തവർക്കും അവൻ ജീവിതം ഇടുങ്ങിയതാക്കും. അതുകൊണ്ട് ജീവിതത്തിൽ വിശാലത ലഭിക്കുമ്പോൾ അല്ലാഹു എന്നെ പരിഗണിച്ചു എന്നോ ഇടുങ്ങിയ അവസ്ഥയുണ്ടാകുമ്പോഴേക്ക് അല്ലാഹു എന്നെ കൈയൊഴിഞ്ഞു എന്നോ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. വഇന്നമൽ മദാറു ഫീ ദാലിക അലാ ത്വാഅത്തില്ലാഹി ഫീ കുല്ലി മിനൽ ഹാലൈൻ, മറിച്ച് ഈ രണ്ടവസ്ഥയിലും അല്ലാഹുവിനെ അനുസരിക്കണം. ഇദാ കാന ഗനിയ്യൻ ബി അൻ യശ്കുറല്ലാഹ അലാ ദാലിക്, അവൻ ധന്യനാണെങ്കിൽ അല്ലാഹുവിന് നന്ദി കാണിക്കണം. വഇദാ കാന ഫഖീറൻ ബി അൻ യസ്ബിർ, ദരിദ്രനാണെങ്കിൽ ക്ഷമിക്കുകയും വേണം. അതല്ലാതെ നന്മയുണ്ടാകുമ്പോഴേക്ക് ഞാൻ അല്ലാഹുവിങ്കൽ ആദരണീയനാണ് എന്ന് കരുതരുത്, തിന്മയുണ്ടാകുമ്പോഴേക്ക് അല്ലാഹു എന്നെ കൈയൊഴിഞ്ഞു അപമാനിച്ചു എന്നും പറയാൻ പാടില്ലാത്തതാകുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ അനാഥകളോട് ആദരവ് കാണിക്കുന്നില്ല. അൻതും ലാ തുക്രിമൂനൽ യതീം അല്ലദീ മാത അബൂഹു വഹുവ സഗീർ, ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ട യതീമുകൾ. വലാ തുഹ്സിനൂന മുആമലത, നിങ്ങൾ അവരെ ആദരിക്കുകയോ അവരോടുള്ള പെരുമാറ്റം നന്നാക്കി തീർക്കുകയോ ചെയ്യുന്നില്ല. മാത്രമല്ല ولا تحاضون على طعام المسكين ولا تحاضون على طعام المسكين, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ولا يحث بعضكم بعضا على إطعام المحتاج الذي لا يملك ما يكفيه ويصد حاجته, തനിക്ക് ആവശ്യമുള്ളതോ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമോ തൻ്റെ കൈകളിൽ ഒന്നുമില്ലാത്ത ആവശ്യക്കാരനായ പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾ.
അതോടൊപ്പം അനാഥകളെ നിങ്ങൾ ആദരിക്കുന്നുമില്ല. അതിനെല്ലാം പുറമെ وتأكلون التراث أكلا لما വതഅകുലൂന തുറാസ അക്ലൻ ലമ്മ, അനന്തരാവകാശമായി ലഭിച്ച ധനത്തെ യാതൊരു ന്യായവുമില്ലാതെ നിങ്ങൾ ധാരാളമായി തിന്നു തീർക്കുന്നു. വതഅകുലൂന ഹുഖൂഖൽ ആഖരീന ഫിൽ മീറാസി അക്ലൻ ശദീദ, മറ്റുള്ളവർക്ക് അനന്തരാവകാശ സ്വത്തിൽ നൽകേണ്ടുന്ന അവകാശങ്ങൾ നൽകാതെ അതിനെ സ്വന്തമാക്കി നിങ്ങളതിനെ തിന്നുന്നു. അക്ലൻ ശദീദ, കഠിനമായ തീറ്റി, ധാരാളമായ തീറ്റി നിങ്ങൾ തിന്നുന്നു. അതിനു പുറമെ وتحبون المال حبا جما വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, നിങ്ങൾ ധനത്തെ അമിതമായി സ്നേഹിക്കുന്നു. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ കസീറ, ധാരാളമായി നിങ്ങൾ സമ്പത്തിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ കാര്യം അറിയുക, كلا إذا دكت الأرض دكا دكا കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കാ ദക്ക, ഭൂമി അതിശക്തമായ പ്രകമ്പനം കൊള്ളുകയും തവിട് പൊടിയാവുകയും ചെയ്താൽ ഖിയാമത്ത് നാളാണ് ഉദ്ദേശം. അതുകൊണ്ട് നിങ്ങൾ ഈ നിലക്ക് ധനത്തെ മോഹിക്കുകയും അന്യായമായി അതിനെ തിന്നുകയും ചെയ്യരുത്. മാ ഹക്കദാ യംബഗി അൻ യകൂന ഹാലുക്കും, നിങ്ങളുടെ അവസ്ഥ ഒരിക്കലും ഇങ്ങനെയാവാൻ പാടില്ല. ഫഇദാ സുൽസിലത്തിൽ അർദു വകസ്സറ ബഅ്ദുഹാ ബഅ്ദാ, ഭൂമി പ്രകമ്പനം കൊള്ളുകയും പരസ്പരം തവിട് പൊടിയാവുകയും ചെയ്താൽ وجاء ربك والملك صفا صفا وجاء ربك والملك صفا صفا, അല്ലാഹു സുബ്ഹാനഹു വതആലയും അണിയണിയായി മലക്കുകളും ഇറങ്ങി വന്നാൽ വജാഅ റബ്ബുക ലിഫസ്ലിൽ ഖളാഇ ബൈന ഖൽഖി വൽ മലായികതു സുഫൂഫൻ സുഫൂഫ, അണിയണിയായി മലക്കുകളും അതോടൊപ്പം സൃഷ്ടികൾക്കിടയിൽ വിധി നടത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആലയും ഇറങ്ങി വന്നാൽ അന്നേ ദിവസം وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى, അന്ന് നരകം കൊണ്ടുവരപ്പെടും. മനുഷ്യർ അന്ന് ചിന്തിക്കും തങ്ങളുടെ തിന്മകളെ സംബന്ധിച്ച്. പക്ഷേ എവിടെ നിന്നാണ് അവൻ ആ ചിന്ത വന്നത്? അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഫലമാണുള്ളത്? വജീഅ ഫീ ദാലികൽ യൗമിൽ അദീമി ബിജഹന്നം, അതിഭയാനകരമായ ആ ദിവസത്തിൽ നരകം കൊണ്ടുവരപ്പെടും. എങ്ങനെയാണത്? സ്വഹീഹായ ഹദീസിൽ കാണാം, യുഅ്താ ബിജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സിമാം, 70,000 ചങ്ങലകളുണ്ടാകും. മഅ കുല്ലി സിമാമിൻ 70,000 മലക് യജുറൂനഹ, ഓരോ ചങ്ങലകളും 70,000 മലക്കുകൾ വീതമാണ് വലിച്ചു കൊണ്ടുവരിക. അപ്രകാരം നരകം കൊണ്ടുവരപ്പെടും. അപ്പോൾ യൗമഇദിൻ യത്തഇലുൽ കാഫിറു വയതൂബ്, തൗബ ചെയ്യുവാനും ഗുണപാഠം ഉൾക്കൊള്ളുവാനും സത്യനിഷേധി തയ്യാറാകും. പക്ഷേ വകൈഫ യൻഫഉഹുൽ ഇത്തിആദു വത്തൗബ, അന്ന് തൗബ കൊണ്ടെന്ത് കാര്യം? ഗുണപാഠം ഉൾക്കൊണ്ടതുകൊണ്ട് എന്ത് കാര്യം? വഖദ് ഫറത ഫീഹിമാ ഫിദ്ദുനിയ വഫാത അവാനുഹുമാ, ദുനിയാവിൽ വെച്ച് അവൻ തൗബ ചെയ്തില്ല, ഗുണപാഠം ഉൾക്കൊണ്ടില്ല, അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു. ഇവിടെ വെച്ച് തൗബ ചെയ്തിട്ട് കാര്യമില്ല. അതാണ് വഅന്നാ ലഹു ദിക്റ, ഇപ്പോൾ ഓർമ്മ വന്നതുകൊണ്ട് എന്ത് കാര്യം എന്നല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അന്ന് വിലപിച്ചുകൊണ്ട് പറയും. എന്താണ് പറയുന്നത്? يقول يا ليتني قدمت لحياتي യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എൻ്റെ ഈ പാരത്രിക ജീവിതത്തിനു വേണ്ടി ഞാൻ മുൻകൂട്ടി വല്ലതും ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതനി ഖദ്ദംതു ഫിദ്ദുനിയ മിനൽ അഅമാൽ മാ യൻഫഉനി ലിഹയാതി ഫിൽ ആഖിറ, ആഖിറത്തിലെ എൻ്റെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന അമലുകൾ ദുനിയാവിൽ വെച്ച് ഞാൻ മുൻകൂട്ടി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ അന്ന് വിലപിക്കും. അന്നേ ദിവസം فيومئذ لا يعذب عذابه أحد ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത് പോലെ അന്ന് ആരും ശിക്ഷിക്കുകയില്ല. ഫഫീ ദാലികൽ യൗമിൽ അസീബ് لا يستطيع أحد ولا يقدر أن يعذب مثل تعذيب الله من عصاه.
അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവർ അള്ളാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കുന്നത് പോലെ സൃഷ്ടികൾക്കാർക്കും ഒരാളെയും ശിക്ഷിക്കാൻ പറ്റാത്ത അത്രയും കഠിനമായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകും. ولا يوثق وثاقه أحد ولا يوثق وثاقه أحد. അന്ന് അള്ളാഹു ബന്ധിപ്പിക്കുന്നത് പോലെ മറ്റൊരാൾക്കും ഒരാളെയും ബന്ധിപ്പിക്കാൻ കഴിയില്ല. ولا يستطيع أحد أن يوثق مثل وثاق الله ولا يبلغ أحد مبلغه في ذلك. ചങ്ങലകളിൽ ബന്ധിപ്പിക്കുന്ന സബാനിയത്തിന്റെ മലക്കുകളെ കൊണ്ട് കുറ്റവാളികളെ ചങ്ങലകളിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ കഠിനമായി ശിക്ഷിക്കും. തത്തുല്യമായി ബന്ധിപ്പിക്കുവാനോ തത്തുല്യമായി ശിക്ഷിക്കുവാനോ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ക്ഷമ അവലംബിക്കുകയും മരണാനന്തര ജീവിതത്തിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിലും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ്? അവർ മരിക്കുമ്പോഴും മഹ്ശറിൽ വരുമ്പോഴും يا أيتها النفس المطمئنة യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ, സമാധാനമടഞ്ഞ ആത്മാവേ, അഥവാ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ ഇലാ ദിക്രില്ലാഹി വൽ ഈമാനി ബിഹി വബിമാ അഅദ്ദഹു മിനൻ നഈമി ലിൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല തയ്യാറാക്കിയ സ്വർഗ്ഗലോകം മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അതിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടും മനസ്സ് സമാധാനമടഞ്ഞ വ്യക്തി, ഈമാനിലേക്ക് മനസ്സ് സമാധാനമടഞ്ഞ വ്യക്തി, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്മരണയിലേക്ക് മനസ്സ് സമാധാനമടഞ്ഞ വ്യക്തി, അങ്ങനെ അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായും തൃപ്തിപ്പെട്ട് ശാന്തിയടഞ്ഞ ഇസ്ലാമുള്ള ഈമാനുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമ, അങ്ങനെയുള്ള വ്യക്തിയോട് പറയപ്പെടും, ارجعي إلى ربك راضية مرضية ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. സ്വയം സംതൃപ്തനായിക്കൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ടും നീ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇർജിഇ ഇലാ റബ്ബിക് റാദിയതൻ ബി ഇക്റാമില്ലാഹി ലക്. അള്ളാഹു നിനക്ക് നൽകുന്ന ആദരവുകളിൽ സംതൃപ്തനായിക്കൊണ്ടും വല്ലാഹു സുബ്ഹാനഹു ഖദ് റദിയ അൻക, അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു തആല നിന്നെ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ടും അള്ളാഹു നൽകിയതിൽ തൃപ്തി അടഞ്ഞുകൊണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങുക. ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിമകളിൽ, സ്വാലിഹീങ്ങളായ അടിമകളിൽ അവരുടെ കൂട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ. ഫദ്ഖുലി ഫീ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ അടിമകളിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ. വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിലേക്ക്, അഥവാ വദ്ഖുലി മഅഹും ജന്നതി, അവരുടെ കൂടെ എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ എന്ന് സത്യവിശ്വാസികളായ ആളുകളോട് പറയപ്പെടും. അപ്പോൾ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് അതികഠിനമായ ശിക്ഷയാണെങ്കിൽ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഉന്നതമായ സ്വർഗ്ഗലോകം നൽകുകയും നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ജീവിക്കാൻ അല്ലാഹു അവർക്ക് അവസരം നൽകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അങ്ങനെയുള്ള സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.